അന്നേരം മുതൽ എന്നെ നനച്ച് എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിരിക്കുന്ന എല്ലാവരും എന്റെ ജ്യേഷ്ഠന്മാരാണ്. എന്റെ ജ്യേഷ്ഠന്മാരുണ്ട്. പക്ഷെ അതിനുപരി എനിക്കൊന്നുമല്ല. ഈ മണ്ണിൽ നിന്നാണ് ഞാൻ ഇവിടുന്ന് കളിച്ചു വളർന്നതും പഠിച്ചതെല്ലാം പോയത്. പക്ഷേ ഇന്നിപ്പം നാടകത്തിൽ ഞാനൊരു ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. പക്ഷെ അതിനുപരി ഞാനിന്ന് വന്നത് എൻ്റെ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ വന്നു. ആ കുഞ്ഞിനെ ആസ്പദമാക്കി ഞാനൊരു ചെറിയൊരു രണ്ട് സെൻറ്റൻസ് ഞാൻ പഴയ നാടകത്തിൻ്റെ ഞാൻ ആദ്യം അഭിനയിച്ച നാടകത്തിൽ ഇപ്പം ഞാൻ ചെയ്ത കഥാപാത്രമല്ല, നമ്മുടെ ഒരു വേറെ ചേട്ടൻ ചെയ്ത ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു കുറച്ച് സെൻറ്റൻസ് ഞാൻ എടുത്ത് ചെയ്യുകയാണ്. അത് നല്ലതാണോ ഇല്ലെന്ന്, ഞാൻ ചെയ്യുന്നത് നല്ലതാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. പിന്നെ ആ ചേട്ടൻ്റെ എല്ലാ കൃപാകടാക്ഷങ്ങളും നമിച്ചുകൊണ്ട് ഈ മണ്ണിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. എല്ലാവരും സഹകരിക്കുക. എന്തെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് തുറന്നു പറയുക. നോക്കട്ടെ വോയിസ് കൂട്ടി ഉണ്ടാക്കണേ. ആരും വരുന്നില്ല. എന്താ ചെയ്യാ? ഈ പുല്ലൻ എവിടെ റേഞ്ച് കിട്ടുന്നില്ല. ഭാസ്കര എവിടെ കിടക്കുന്നു മനുഷ്യനെ? ഇതാര് എന്താ വന്ന്? അല്ല, മേഡത്തിന്റെ മുഖത്തിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. മേഡം പറ. ഞാനും ആരും ആയിക്കോട്ടെ, മേഡം പറ. മേഡത്തിന്റെ ടെൻഷനും കാര്യം പറ. മേഡം, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ഗോകുമാർ. വേഷം കണ്ടിട്ട് അറിയത്തില്ലേ മേഡം? ഞാൻ ഒരു സാധാരണപ്പെട്ടവനാ. ഞാൻ ഇവിടുത്തെ ഈ വനമേഖലയിൽ വന്നിട്ട് ഈ വെള്ളച്ചാട്ടം കുട്ടികളെക്കായിട്ട് വന്നതാ. മേഡത്തിന് ടെൻഷൻ ഉണ്ടെന്ന്? മേഡത്തിന് മോളെന്തേ? ഒന്ന് വിളിക്കോ പ്ലീസ്? ഒന്ന് വിളിക്കും മേഡം. ഞാൻ സാധാരണപ്പെട്ട മനുഷ്യനാണ്. എനിക്കുണ്ടൊരു കുട്ടി, എനിക്കൊരു മോനും ഉണ്ട്. അതല്ല, മോളെന്ന് വിളി. കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ മേഡം? മോളുടെ പേരെന്താ? എത്ര വയസ്സുണ്ട്? 147 ആണല്ലോ. അച്ഛനോടാ ജോലി? എവിടെ? PRP. ആ, നോക്കാം കേട്ടോ. പിന്നെ എന്നതാ രണ്ടുപേരും വന്നത് ടൂർ വന്നതാണോ അതോ? അല്ല മേഡം, മോളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് പറഞ്ഞതാണ് കേട്ടോ.
മേഡത്തിന്റെ കൈ ക്യാഷ് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. മേഡം കൂടുതലും ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. മേഡം പപ്പിൽ ചെയ്ത കാര്യങ്ങൾ മൊത്തവും ഞങ്ങളുടെ ടേസ്റ്റിലുണ്ട്. അറിയല്ലോ മേഡം. മേഡം ആ ശരത് സാറിൻ്റെ വൈഫ് രണ്ടാമത്തെ കിടിപിടിയല്ലേ? അപ്പോ നിങ്ങളുടെ മോളാണോ? അപ്പൊ മോളാരാ? എന്റേതാണോ അതോ കോൺസ്റ്റബിൾ മാധവന്റെ ആണോ? പ്രകാശേ ആ ഫ്രെയിമിൽ നിന്നിട്ട് ക്യാമറമാൻ എടുത്ത് കളടി. അത് പറ മേഡം. പക്ഷേ മേഡം വന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്ത് കാര്യത്തിനാണ് വന്നതെന്നറിയാം. ലക്ഷ്മികാന്തൻ, അതായത് നിങ്ങളുടെ ഭർത്താവ്, മുൻ ഭർത്താവ് കാണാതായിട്ട് ഇന്നേക്ക് 15 ദിവസമായി. ആ 15 ദിവസമായിട്ടും ഇന്ന് വരെ സ്റ്റേഷനിലേക്ക് ഒരു തുമ്പ് എത്തിയിട്ടില്ല. അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ സത്യപ്രതാപൻ വിട്ടുവീഴ്ച ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർത്തു പോലുമില്ല. പിന്നെ എന്തിനാ മേഡം ഞാൻ കേസിന് വേണ്ടി എടാപാട് ചെയ്യുന്നത്? എനിക്ക് എന്തെങ്കിലും വെമ്പിടി വേണ്ടേ? എനിക്കുണ്ട് മേഡം കുടുംബങ്ങള്. മോളുണ്ട്, 4 പെമ്മക്കളാണ് മേഡം, പിന്നെ 3 ഭാര്യമാര്. അതിലൊരിപ്പോ ഒറ്റയോടെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്നതിൽ 3-ാമത്തെ മാസം പ്രഗ്നന്റാ. അവളുടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ എനിക്ക് സർക്കാർ ശമ്പളം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് നിങ്ങളെപ്പോലുള്ള ഹൈ ലെവലുള്ള ടീമുള്ള എനിക്ക് പൈസ മേടിക്കാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറം നിങ്ങൾ സഹകരിച്ച സഹകരിച്ചാൽ ചിലപ്പോ കാര്യങ്ങൾ നടക്കുന്നുണ്ടൊക്കെ. പിന്നെ ഈ കേസിന്റെ അപ്പുറത്ത് മേലോട്ട് പോയി കഴിഞ്ഞ മേഡം ഈ സത്യപ്രഭാവനെ നിങ്ങൾ അറിയും. പോട്ടെ, സത്യപ്രഭാവനെ നിങ്ങൾ അറിയും. ആ ഷോട്ട് തീർന്നു. അടുത്ത ഷോട്ടിലോട്ട് വരുവാണ്. മോളെ ഫുഡിന്റെ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഫുഡിന് എടുക്കാൻ ഇതൊരു മുഖം തുറ്റി എന്നതാ? ഏത് ഹോസ്പിറ്റല്? ആരാ എന്റെ മോളെ? എനിക്കറിയണം. ആരാ എന്റെ മോളെ? അതെ, ഞാൻ ചെയ്തതാ. ഞാൻ ചെയ്തതിന്റെ തെറ്റും ശരിയും അറിയാതെ ചെയ്ത എല്ലാത്തിന്റെ തെറ്റുകളും മൊത്തം വലിച്ചത് എന്നെ വിടില്ല ഞാൻ. ഒരുത്തിനെയും വിടില്ല ഞാൻ. ഈ കാക്കി എന്റെ ശരീരത്തിൽ കിടക്കുന്ന കാലത്തോടും ഒരുത്തിനെയും വിടില്ല ഞാൻ. നീ വെച്ചിരുന്നു എന്റെ മോളെ ജീവനോട് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ സത്യപ്രതാപൻ അച്ഛനായി പോകും. 3-ാം പാർട്ട്. മിണ്ടരുത് അവിടെ അത് കൈ വിട്ട് പോരുത്. പറ മേഡം, ഒരു കാര്യം പറയാനുണ്ട്.
തന്നെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ ചേർന്ന് വന്നു. ബട്ട് ഈ കേസ് ഞാൻ അന്വേഷിക്കാം. നിങ്ങളുടെ മോളുടെയോ നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ മോളാണ് വലുത്. നിങ്ങളുടെ മോനാണ് ഇതിനെല്ലാം. മേഡം പ്ലീസ്, കൈയിരിക്കുന്ന സാധനം കള മേഡം പ്ലീസ്, കയ്യിൽ നിന്ന് സാധനം കളയില്ല. പ്ലീസ്. ഇല്ല, അത് വക്കീലിന്റെ അതാ പറഞ്ഞു, ആദ്യം ഇത് കേൾക്കണമായിരുന്നു. മേഡം തരത്തില്ലെങ്കിൽ അതിനപ്പുറത്തോടും എനിക്കുണ്ട്. ഹൈക്കോർട്ടും സുപ്രീം കോർട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നൊരു അച്ഛനായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ മുമ്പിൽ അച്ഛന്മാര് പെമ്മക്കളെന്നും അച്ഛന്മാർക്ക് രാജകുമാരിയാണെന്നും. അതിന്റെ മറുപടി നിങ്ങൾക്കറിയാവോ, ഇരു വീട്ടുകാരെയും കളിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിവാഹിതരായത്. എൻ്റെ വൈഫിന് വിവാഹം കഴിച്ചപ്പോൾ ഇരു വീട്ടുകാർ ചിരിച്ചതേ ഉള്ളൂ. എൻ്റെ മോളിലെ അരക്കി താക്കൂട്ട് പറയുന്ന ഡയലോഗ്. നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ മോള് അപ്പന്മാർക്ക് രാജകുമാരിയാണെന്ന്. എനിക്ക് പറ്റാത്ത എൻ്റെ രാജകുമാരിക്ക് സാൻപാട് വെക്കണം. ഞാൻ അവളല്ലേ മേഡം രാജകുമാരി? എന്തൊന്നും അറിയോ? സ്നേഹിച്ച് വിവാഹം കഴിച്ചവനാ ഞാൻ. ഇരു വീട്ടുകാരെയും ചിരിപ്പിച്ചുകൊണ്ട് ജന്മന അരക്കി താപ്പോട്ട് തളർന്ന മോൾ ജനിച്ചപ്പോഴും അവളുടെ 7-ാം വയസ്സിൽ വൈഫ് മരിച്ചപ്പോഴും രണ്ടു വീട്ടുകാരും ചിരിച്ചതേ ഉള്ളൂ. മാഡം സോറി, എനിക്കറിയത്തില്ലായിരുന്നു. ഒരുപാട് ഉണ്ടായിരുന്നു മാഡം. ഞാൻ ഈ ജോലി രാജിവെക്കാം മാഡം.